കുട്ടികളിൽ അമ്മമാർ ആദ്യം തന്നെ അച്ചടക്കം വളർത്തിയെടുക്കേണ്ടത് വളരെയധികം ആവശ്യമാണ്. ഈ അച്ചടക്കം ഉണ്ടെങ്കിൽ മാത്രമേ അവൻ നല്ല രീതിയിൽ വിദ്യ അഭ്യസിക്കുകയുള്ളൂ. ആ വിദ്യ അടിച്ചേൽപ്പിക്കേണ്ട ഒന്നല്ല, അവൻ വളരെയധികം സന്തോഷത്തോടു കൂടി പഠിക്കേണ്ട ഒന്നാണെന്ന് ഓരോ അമ്മമാരും മനസ്സിലാക്കണം. അച്ചടക്കമുള്ളൊരു ജീവിത രീതി കണക്കാക്കിയാൽ മാത്രമേ അവന് ഉന്നത രീതിയിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ അമ്മമാർക്ക് ഉറുമ്പുകളെ കുഞ്ഞുങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. അവയുടെ ലൈനായിട്ടുള്ള പോക്കുകൾ അമ്മമാർ ആ കുഞ്ഞുങ്ങളെ ഇത്തിരി മുതിർന്ന കുട്ടി ആയിക്കോട്ടെ എങ്കിലും കുഴപ്പമില്ല, അവൻ ആ ഉറുമ്പിൻ്റെ രീതി മോനൊന്ന് കണ്ടു പഠിക്കാം, അവനോട് പറഞ്ഞേ. അവരെത്ര കൃത്യനിഷ്ഠതയോടെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ആ ഉറുമ്പിനെ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ റോൾ മോഡലാക്കി കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞു കൊടുത്ത് തുടങ്ങുക. അപ്പം തന്നെ അവൻ്റെ ആ രീതിയൊക്കെ അവന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ അമ്മ കുട്ടികളെയൊക്കെ പഠിക്കാനായിട്ട് വിളിക്കുന്നൊരു സമയം അമ്മമാർ കുട്ടികളെ പഠിക്കാൻ വിളിക്കണം. ആ സമയം നമ്മൾ ദേഷ്യപ്പെടുന്ന കുറേ പ്രശ്നങ്ങളുടെ നടുവിലാണ് ഇന്ന് ഓരോ വീട്ടമ്മമാരും അമ്മമാരും അഭിമുഖീകരിക്കുന്നത്. അപ്പോൾ ആ ദേഷ്യമെല്ലാം കൂടെ കുഞ്ഞുങ്ങളിലേക്ക് ഒരിക്കലും അടിച്ചേൽപ്പിക്കരുത്. നമ്മൾ ഒരു ദിവസം ഇനിയും പഠിപ്പിക്കാൻ ചെന്നില്ലെങ്കിലും അവനെ സോഫ്റ്റായിട്ട് വിളിച്ച് പഠിപ്പിച്ചോന്നൊക്കെ, ടീച്ചർ എന്ത് പഠിപ്പിച്ചു എന്നൊക്കെ ചോദിച്ചിട്ട് നമുക്ക് ഇന്നൊന്ന് മാറി നിൽക്കാം. നമ്മുടെ മനസ്സ് ഏറ്റവും കൂളും സന്തോഷമുള്ള സമയത്ത് അവന് പറഞ്ഞു കൊടുക്കുക. ഒരു വൈകുന്നേരം ഒരു 7 മണി തൊട്ട് 8:30 വരെ എങ്ങനെയെങ്കിലും സമയം കണ്ടെത്തുക തന്നെ ചെയ്യണം. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഒരു നല്ലൊരു പ്രൈം ടൈം തന്നെ നമുക്ക് പറയാം. ആ സമയം നമ്മൾ എന്താ പറയുക, TV ഒക്കെ കാണാനോ TV സീരിയലുകൾ നമ്മൾ കണ്ടുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് പാഠങ്ങൾ പറഞ്ഞു കൊടുത്താൽ ഒരിക്കലും അവർക്ക് ഭയങ്കര അട്രാക്റ്റിങ്. നമ്മളെക്കഴിഞ്ഞും കാര്യമായിട്ട് അമ്മ കാണുന്ന പരിവി നമ്മളറിയാതെ അമ്മയെ അവൻ അനുകരിക്കും. അവനിങ്ങനെ പഠിക്കുന്നു എന്ന് കാണിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ കണ്ണൊക്കെ എവിടെയായിരിക്കും? TV-യിലായിരിക്കും. അതുപോലെ മൊബൈൽ, നമുക്കറിയാത്ത പല കാര്യങ്ങളും കുഞ്ഞു കുട്ടികളൊക്കെ വേഗം കരസ്ഥമാക്കുന്ന കാണാം അല്ലേ. എന്തെങ്കിലും അറിയത്തില്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ കയ്യിലോട്ട് കൊടുക്കും മൊബൈൽ. അപ്പം നമ്മൾ പറയും, എൻ്റെ മോന് അത് നന്നായിട്ടറിയാം, എൻ്റെ മോൻ മൊബൈലിൽ അത് ചെയ്തു ഇത് ചെയ്തു. മറ്റുള്ളവർ കേൾക്കാൻ നമ്മൾ തന്നെ കുട്ടിയെ പ്രോത്സാഹിപ്പിക്കുന്നു. അത് നമ്മളറിയാതെ ചിലപ്പം ചെയ്യുന്നതായിരിക്കും. കുട്ടിയിൽ അത് വളരെയധികം അവനെ ആ കാര്യത്തിൽ അവർ അംഗീകരിച്ചു എന്ന് അവന് വരും. അപ്പോൾ ഇതേതാണ്ട് നല്ല കാര്യമാണെന്ന് അവനോർക്കും. അങ്ങനെയും കുട്ടികൾ വളരെയധികം ഒരു വല്ലാത്ത രീതിയിലോട്ട് കുട്ടികൾ മൊബൈലിനൊക്കെ അഡിക്റ്റായി. എൻ്റെ അമ്മ ഇത്രയും നല്ലതായിട്ട് പറഞ്ഞു, പിന്നെ എനിക്കിതിൻ്റെ ബാക്കി നോക്കാൻ മേലെ, ആ ഒരു രീതിയിലേക്കും കുട്ടികൾ പോകാം. ഒരു കാരണവശാലും കുട്ടികളുടെ കയ്യിൽ നമുക്കറിയത്തില്ലാത്ത കാര്യം മോനൊന്ന് എടുത്തതാ അങ്ങനെയൊന്നും പറഞ്ഞ് കൊടുക്കാതിരിക്കുക തന്നെയാണ് നല്ലത്. പിന്നെ കുട്ടികളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ ചർച്ച ചെയ്യാതിരിക്കുക. പിന്നെ വൈകുന്നേരം നമ്മൾ ഒത്തൊരുമയോടെ കുടുംബാംഗങ്ങളെല്ലാവരും കൂടെ ഒത്തൊരുമയോടെ കുറേ സമയം ഇരിക്കാനും നല്ല നല്ല കാര്യങ്ങളൊക്കെ പറയാനായിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കുക. എല്ലാവരും കൂടെ വട്ടം കൂടിയിരിക്കുക. അമ്മ പ്രായമുള്ളവരുണ്ടെങ്കിൽ അവരോട് കഥയാകാം, പാട്ടാകാം, കുറച്ച് സമയം മതിയെന്നേ. ഇതൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരണം. വീണ്ടും നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും? ഒന്നിച്ച് അത്താഴം കഴിക്കാം. പിന്നെ അവൻ്റെ മനസ്സിൽ എന്തെങ്കിലും വേദനിപ്പിക്കുന്ന സംഭവങ്ങളുണ്ടോ എന്ന് നോക്കാം. അവൻ നല്ല കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തെങ്കിൽ നമുക്ക് അവനെ പ്രോത്സാഹിപ്പിക്കാം, സമ്മാനങ്ങൾ കൊടുക്കാം. കുട്ടികൾ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒന്നാണ് സമ്മാനങ്ങൾ. അതെപ്പോഴും ഞാൻ പറയാറുണ്ടല്ലോ, ഓരോരോ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ചെറിയ ചെറിയ സമ്മാനങ്ങൾ മേടിച്ചു കൊടുക്കുക. അത് അവൻ്റെ മനസ്സിൽ ഇനിയും എനിക്ക് ഗിഫ്റ്റുകൾ കിട്ടും, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പം അമ്മ ഇനിയും സമ്മാനങ്ങൾ കിട്ടും എന്നൊരു തോന്നൽ തന്നെ അവനെ നല്ല പ്രവൃത്തി ചെയ്യാനും ഒക്കെ അവന് തോന്നും, അവനെ പ്രേരിപ്പിക്കും. ഇനി അവന് പഠിക്കാനൊട്ടും താല്പര്യമില്ലെന്നിരിക്കട്ടെ, ഏതെങ്കിലും ഒരു കാര്യം അവന് പഠിക്കാൻ താല്പര്യം കാണും. ആ പഠിക്കാൻ ഇഷ്ടമുള്ള വിഷയം എടുത്ത് അവന് ഇഷ്ടമുള്ള പാഠം ആദ്യം പറഞ്ഞു കൊടുത്ത് അവൻ്റെ മനസ്സിലേക്ക് കടന്നു കയറാനായിട്ട് ശ്രമിക്കുക. പിന്നെ അവനെ നമ്മൾ ഒരു തരത്തിലും അംഗീകരിക്കുന്നില്ല, അവനെ എപ്പോഴും നമ്മളിങ്ങനെ മാറ്റി നിർത്തുക. വീട്ടിൽ അവൻ അങ്ങനെ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ നമ്മളീ കൊടുക്കാത്ത അംഗീകാരങ്ങളെല്ലാം അവന് വെളിയിൽ കിട്ടുമെന്ന് ഓർക്കണം. അവനത് ഇച്ചിരി കൂടെ കൗമാരദശയിലുള്ള കുട്ടികളാണെങ്കിൽ എതിർലിംഗത്തിനോട് പ്രണയമായിട്ടും അല്ലെങ്കിൽ മറ്റ് ചില കുട്ടികൾ മയക്കുമരുന്നിൻ്റെ പിടിയിലും ഒക്കെയായിട്ട് അമർന്നു പോകാൻ വളരെയധികം ചാൻസുള്ള കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കണ്ണിനും കാതിനും തേന്മഴയായി ഓരോ അമ്മയും ഓരോ കുട്ടിയുടെ കൂടെയും ഉണ്ടാവണമെന്ന് തന്നെയാണ് എനിക്കിപ്പോഴും പറയാനുള്ളത്.